വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജിത്ത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും കേട്ടിട്ടെങ്കിലും ഉള്ള രണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഫാറ്റ് ലോസ് മെത്തേഡാണ്. ഒന്ന് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, നമ്മളത് ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. രണ്ടാമത്തത് OMAD. ഈ OMAD എന്ന് പറയുന്നതിന് ഒരു ഫുൾ ഫോം ഉണ്ട്, അതായത് 1 meal a day. അതാണ് OMAD എന്ന് പറയുന്നത്. നമ്മൾ ഒരു കമ്പയർ ചെയ്യാൻ പോവാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങും OMADയും വെച്ചിട്ട്. എന്തൊക്കെയാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് OMAD, എന്താണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, ആദ്യം അത് എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് വെയിറ്റ് കുറയുന്നത്, അതേപോലെ തന്നെ OMAD ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് വെയിറ്റ് കുറയുന്നത്. മൂന്നാമതായിട്ട് നോക്കുന്നത് OMAD ആണോ അതോ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണോ, ഏതാണ് കൂടുതൽ എഫക്റ്റീവ്, എന്തിന് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഓർ ഫാറ്റ് ലോസിന് ഏതാണ് കൂടുതൽ എഫക്റ്റീവ് എന്ന് നോക്കാം. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആരൊക്കെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാം, ആരൊക്കെ OMAD ഫോളോ ചെയ്യാം എന്നുള്ള ഒരു കമ്പാരിസൺ. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഈ ഒരു രണ്ട് മെത്തേഡിനോടുള്ള എൻ്റെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ എൻ്റെ കുറച്ച് തോട്ട്സ്, ഞാൻ ഏതാണ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്ട്രക്ചർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. ഇതേപോലത്തെ വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൻ കെയർ, മേക്കപ്പ്, ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം കോണ്ടന്റ് ഒക്കെ ഇഷ്ടപ്പെടുവാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ആൾ റൈറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, എന്താണ് OMAD എന്നുള്ളത് നോക്കാം അല്ലേ. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഓൾറെഡി എനിക്കൊന്നൊരു 1-2 വീഡിയോസ്, ലോങ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ പോയി കാണുക. ചുരുക്കി പറഞ്ഞുതരാം. സോ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഡയറ്റൊന്നും അല്ല, ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഈറ്റിംഗ് പാറ്റേൺ എന്ന് നമുക്ക് പറയാം. എനിക്കൊന്ന് ലൈഫ് സ്റ്റൈലിനെ കഴിഞ്ഞും ഈറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നതായിരിക്കും ഒരു കുറച്ചുകൂടെ കറക്റ്റായിട്ട് ചേരുന്നൊരു വാക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ ഒരു ഈറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം ഉള്ളത് 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂറിനെ നമ്മൾ രണ്ടായിട്ട് ഭാഗിക്കുന്നു. അപ്പോൾ അതിലൊരു വിൻഡോ നമ്മൾ ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുന്നു, മറ്റേ വിൻഡോനെ നമ്മൾ ഫാസ്റ്റിംഗ് വിൻഡോ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഈറ്റിംഗ് വിൻഡോ എത്രയാവണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഓഫ് കോഴ്സ് ബാക്കി വരുന്നത് ഫാസ്റ്റിംഗ് വിൻഡോ ആയിരിക്കും. അപ്പം കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 16:8 എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അതായത് 16 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നു, ബാക്കി വരുന്ന 8 മണിക്കൂറിനുള്ളിൽ നമുക്ക് അന്നത്തെ ഒരു ദിവസത്തേക്ക് വേണ്ട എല്ലാ മീൽസും നമ്മൾ അതിനുള്ളിൽ കവർ ചെയ്യുന്നു. 8 മണിക്കൂറിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, മിഡ് മോർണിംഗ് സ്നാക്സ്, ലഞ്ച്, ഈവനിങ് സ്നാക്സ്, ഡിന്നർ എല്ലാം കവർ ചെയ്യുന്നു. ഇല്ലെങ്കിൽ 3 മീലായിട്ട് എടുക്കാം, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെയായിട്ട് എടുക്കാം. ഓരോരുത്തരുടെ ആവശ്യം, റിക്വയർമെൻറ്റ് അനുസരിച്ച് ചൂസ് ചെയ്യാം. അതാണ് കേട്ടോ. അപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് 16:8 എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അതല്ലാതെ വേറെയും കുറേ വേരിയേഷൻസ് ഉണ്ട്. അതായത് നമുക്ക് 18:6 ഉണ്ട്. അതായത് 18 മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യാം, 6 മണിക്കൂർ നമുക്ക് ഈറ്റിംഗ് വിൻഡോ ആയിട്ട് കണക്കാക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇടവിട്ട ദിവസങ്ങളിൽ ഇന്ന് നോർമലായിട്ട് ഭക്ഷണം കഴിക്കുക, നാളത്തെ ഫുൾ ഡേ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുക, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് നമുക്ക് ഫാസ്റ്റിംഗ് ചെയ്ത് പോകാം. ഇനി ഇതുമല്ലാന്നുണ്ടെങ്കിൽ വേറെ മെത്തേഡ് ഉണ്ട്. അതായത് 20:4 എന്നൊക്കെ പറയും. അതൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവൽ ഓഫ് ഫാസ്റ്റിംഗ് ആണ്. ഒരുപാട് ഫാസ്റ്റിംഗ് ചെയ്ത് ശീലമുള്ള, നമ്മുടെ ബോഡി അതുമായിട്ട് അഡാപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ളതാണ് ഈ കുറേ അഡ്വാൻസ് ലെവലൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു ഈറ്റിംഗ് വിൻഡോ ഉണ്ട്, ഒരു ഫാസ്റ്റിംഗ് വിൻഡോ ഉണ്ട്. യൂഷ്വലായിട്ട് ഒരു 16 മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യും, ബാക്കി 8 മണിക്കൂറിൽ ഭക്ഷണം കഴിക്കുന്നു. അത് അത്രയേ ഉള്ളൂ. ചുരുക്കി പറയാനാണെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിന് മുമ്പത്തെ വീഡിയോസ് റെഫർ ചെയ്യുക. കാരണം ഈ ഫാസ്റ്റിംഗ് വിൻഡോയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചില സാധനങ്ങളുണ്ട്. അതെന്താണെന്നുള്ളതൊക്കെ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ക്ലിയർ ആണെങ്കിൽ നമുക്കിനി OMAD എന്താണെന്ന് നോക്കാം. അതായത് 1 meal a day. വളരെ സിമ്പിളാണ്, പക്ഷേ ചെയ്യാൻ അത്ര സിമ്പിൾ അല്ല കേട്ടോ. അതായത് നമ്മുടെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഇല്ലേ, അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ എന്ന് പറയാം. അതായത് 23 മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്തിട്ട്
1 മണിക്കൂറിനുള്ളിൽ എല്ലാ ഭക്ഷണവും കഴിച്ച് തീർക്കാം. അതായത് അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ഇപ്പോൾ 1 മണിക്കൂറിൽ എത്രത്തോളം ഭക്ഷണം കഴിക്കാൻ പറ്റും. സോ യൂഷ്വലി അത് ഒറ്റ മീലായിരിക്കും. അന്നത്തെ ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന ഒരേ ഒരു മീലായിരിക്കും. ആ ഒരു മീലിൽ നിന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മൊത്തം കാലറീസും, അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസ് കാലറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കാലറി ഡെഫിസിറ്റ് എന്താണോ നിങ്ങൾ എയിം ചെയ്യുന്നത്, അതെല്ലാം ആ ഒരു മീലിൽ നിന്ന് കിട്ടണം. അതാണ് OMAD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലായി, OMAD എന്താണെന്ന് മനസ്സിലായി. ഇനി ഇത് രണ്ടും എങ്ങനെയാണ് ഫാറ്റ് ലോസിന് സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയാണ് ഫാറ്റ് ലോസ് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ആദ്യം നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ നോക്കാം. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ ഇൻസുലിൻ ലെവല് താഴും, ഇൻസുലിൻ ലെവൽ കുറയും. അപ്പോൾ അതുവഴി ഈ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റില്ലേ, അതിന് നമ്മുടെ ബോഡി എനർജി ആയിട്ട് യൂസ് ചെയ്യും. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഈ എനർജി എടുക്കുന്നത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. പക്ഷെ കുറേ നേരത്തേക്ക് ഭക്ഷണം ചെല്ലാതെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരം ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റ് അതിന് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഫാറ്റ് ലോസ് ഉണ്ടാകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റീസൺ എന്താണെന്നറിയോ, നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് HGH, അതായത് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയും, അതിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവും. അതിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുന്നത് വഴി നമ്മുടെ മസിൽ റിട്ടൻഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ ഫാറ്റ് ബേണിങ് നടക്കും. ഇനി മൂന്നാമത്തെ മെയിൻ റീസൺ എന്താണെന്നറിയോ, നമുക്ക് വിശപ്പ് ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ഗ്രലിൻ എന്ന് പറയും. സോ നമ്മൾ ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്, അതായത് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രലിൻ എന്ന് പറയുന്ന ഹോർമോൺ റെഗുലേറ്റ് ചെയ്യപ്പെടും. അതുവഴി നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു തോന്നലില്ലേ, അത് കുറഞ്ഞു കിട്ടും. സോ ഒരുപാട് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് റീസൺസ് ഉണ്ട് എന്തുകൊണ്ടാണ് ഫാറ്റ് ലോസ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ 3 റീസൺസ് നമുക്കൊരു മെയിൻ 3 റീസൺസ് ആയിട്ട് പറയാം. ഇനി ഇതേപോലെ OMAD ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഫാറ്റ് ലോസ് ഉണ്ടാകുന്നത് നോക്കാം. നമ്മളിപ്പോൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നത് 3 സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ 5 സമയത്തായിക്കോട്ടെ, അത് നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ ആണ് കഴിക്കുന്നത്. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ 3 മീൽസോ 5 മീൽസോ കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്നാൽ OMAD ചെയ്യുന്ന ആൾക്ക് ആകെ കിട്ടുന്ന ഒരൊറ്റ മണിക്കൂറാണ്. ഈ 1 മണിക്കൂറിൽ നമുക്ക് എത്രത്തോളം ഭക്ഷണം കഴിക്കാൻ പറ്റും? സോ നാച്ചുറലി അവിടെ ഒരു കാലറി ഡെഫിസിറ്റ് ഉണ്ടാവും. നമുക്കറിയാം, വെയിറ്റ് ലോസിൻ്റെ മെയിൻ ഫോർമുല എന്ന് പറയുന്നത് കാലറി ഡെഫിസിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലേ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവത്തുള്ളൂ. സോ ഇവിടെ വലിയ എഫേർട്ടൊന്നും ഇടാതെ തന്നെ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണത്തിന് ഒരു പരിധി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറലി അവിടെ ഒരു കാലറി ഡെഫിസിറ്റ് ഉണ്ടാകും. അതുവഴി ഫാറ്റ് ലോസ് ഉണ്ടാവും. ഇനി രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ, നമ്മളിപ്പം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഇൻസുലിൻ കുറയും, ഇൻസുലിൻ ലെവൽ താഴും. അപ്പോൾ നമ്മൾ ഈ OMAD ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ ഫാസ്റ്റിങ്ങിൻ്റെ സമയം ഇവിടെ കൂടുതലാണ്, 23 മണിക്കൂറാണ്. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ ഒരുപാട് നേരത്തേക്ക് ആ ഒരു ലോ ലെവലിൽ തന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടും. അതുവഴി നമുക്ക് ഫാറ്റ് ബേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കൂടുതലായിട്ട് നടക്കും. ഈ OMAD ഫോളോ ചെയ്യുമ്പോഴുള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ, നമ്മുടെ ശരീരം കൂടുതൽ നേരത്തേക്ക് ഒരു ഓട്ടോഫേജി മോഡിലേക്ക് പോകും. ഈ ഓട്ടോഫേജി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ശരീരത്തിൽ കുറേ ഡാമേജ് സെൽസ് ഒക്കെ ഉണ്ടാവില്ലേ, ആ സെൽസിനെയൊക്കെ ശരീരം റിമൂവ് ചെയ്തിട്ട് പുതിയ സെൽസിന് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഓട്ടോഫേജി എന്ന് പറയുന്നത്. സോ വിച്ച് ഇസ് എനിവേസ് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴും നമ്മുടെ ശരീരം ഓട്ടോഫേജി മോഡിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ OMAD ചെയ്യുമ്പോൾ ഒരുപാട് നേരത്തേക്ക് ഓട്ടോഫേജി മോഡിലേക്ക് നമ്മുടെ ബോഡി പോകുന്നുണ്ട്. സോ അത് നമുക്ക് ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് ഈസി ആക്കി തരുന്നുണ്ട്. ഇനി അടുത്തത് ഒരു കമ്പാരിസൺ ആണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണോ OMAD ആണോ കൂടുതൽ എഫക്റ്റീവ് എന്നറിയാനുള്ളൊരു കമ്പാരിസൺ. നമുക്ക് ഓരോ പോയിന്റ് വെച്ചിട്ട് രണ്ടും ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഫാറ്റ് ലോസ് ചെയ്യാനുള്ള ആ ഒരു എഫിഷ്യൻസി OMAD ആണോ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണോ കൂടുതൽ എഫക്റ്റീവ് എന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് OMAD തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നേരത്തേക്ക് ഫാസ്റ്റിംഗ് പീരീഡ് കിട്ടുന്നതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ, അതായിരിക്കും കറക്റ്റ് ഉള്ളത്, വളരെ വേഗത്തിൽ ഫാറ്റ് ലോസ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നത് OMAD ആണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴും ഉറപ്പായിട്ട് നമുക്ക് ഫാറ്റ് ലോസ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ഫാസ്റ്റർ പ്രോസസ്സ് എന്ന് പറയുന്നത്, കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നടക്കുന്നത് OMAD ചെയ്യുമ്പോഴാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹങ്കർ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഉറപ്പായിട്ടും ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് കൂടുതൽ എഫക്റ്റീവ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ OMAD എന്ന് പറയുമ്പം വിശപ്പ് അങ്ങേയറ്റത്തെ വിശപ്പായിരിക്കും, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്ര വിശപ്പായിരിക്കും. ജസ്റ്റ് ഇമാജിൻ 23 മണിക്കൂർ നമ്മളൊന്നും കഴിക്കാതെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്
OMAD ചെയ്യുമ്പോൾ വളരെ കുറവാണ്. വിശപ്പ് എന്ന് പറയുന്നത് അത്രയും ഇൻറ്റൻസ് വിശപ്പായിരിക്കും. പക്ഷേ അതേസമയം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് OMAD ചെയ്യുന്ന അത്രയും ബുദ്ധിമുട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 8 മണിക്കൂർ നമുക്ക് ഈറ്റിംഗ് വിൻഡോ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 2, 3, 4 മീൽസ് കഴിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹങ്കർ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് വരുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഓഫ് കോഴ്സ് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് മസിൽ റിട്ടൻഷൻ എന്ന് പറയുന്നത് വളരെ 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 എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ OMAD ചെയ്യുന്ന സമയത്ത് മസിൽ ലോസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആ ഒരൊറ്റ മീലിൽ നിന്ന് നമുക്ക് അന്നത്തെ ഒരു ദിവസത്തേക്ക് നമ്മുടെ ബോഡി വെയ്റ്റിനും നമ്മുടെ ആക്ടിവിറ്റി ലെവലിനും അനുസരിച്ച് നമുക്ക് വേണ്ടത്ര പ്രോട്ടീൻ കഴിക്കാൻ പറ്റില്ല. എന്താ പറയുക, നിയർലി അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ OMAD ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മസിൽ ലോസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതേ സമയത്ത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ 2, 3, 4 മീൽ എടുക്കാം ആ ഒരു ഈറ്റിംഗ് വിൻഡോൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മീലിലും നമുക്ക് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി നമുക്ക് മസിൽ റിട്ടൻഷൻ എന്ന് പറയുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ OMAD ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ സാധിക്കും. സോ അങ്ങനെ മസിൽ റിട്ടൻഷൻ വെച്ച് നോക്കുമ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് കൂടുതൽ എഫക്റ്റീവ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എനർജി ആൻഡ് നമ്മുടെ ഒരു ആക്റ്റീവ്നെസ് എന്നൊക്കെ പറയില്ലേ. നമ്മൾ OMAD ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ കാര്യമായ എനർജി ഒന്നും ഉണ്ടാവത്തില്ല. കാരണം 23 മണിക്കൂർ ഫാസ്റ്റിംഗ് ആണ്, ഒരൊറ്റ മീലേ കഴിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ആ 23 മണിക്കൂറിൻ്റെ ഇടയിലായിരിക്കുമല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും വർക്കൗട്ട്സോ ഇല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റുട്ടീൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന ഈ 24 hours 23 hours ഉള്ളിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ള എനർജിയും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ആരൊക്കെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാം, ആരൊക്കെ OMAD ഫോളോ ചെയ്യാം. ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ OMAD നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം. നിങ്ങൾ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ബോധേഡല്ല, നിങ്ങളുടെ എനർജി ലെവലിനെ കുറിച്ച് ബോധേഡല്ല, എന്തായാലും കുഴപ്പമില്ല എന്നുള്ളൊരു എന്താ പറയുക, ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് മസിൽ ലോസ് ഉണ്ടാവും, ഹെയർ ഫോൾ ഉണ്ടാവും, ഇങ്ങനെ പല പ്രശ്നങ്ങളും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബോധേഡല്ല. എൻ്റെ ആകപ്പാടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള ഒന്നാണെങ്കിൽ OMAD നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നറിയോ, ഇത് ഞാൻ ആക്ച്വലി ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് ചിന്തിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഫോളോ ചെയ്യുന്ന കുറച്ച് പേരെ എനിക്കറിയാം. അതിൻ്റെ കാരണം ഞാനിപ്പോൾ പറയാൻ പോകുന്നതാണ്. അതായത് വളരെ ബിസിയാണ് ലൈഫിൽ, ഭയങ്കര ഹെക്ടിക് സ്കെഡ്യൂളാണ്, മീൽ കുക്ക് ചെയ്യാനോ പ്രിപ്പയർ ചെയ്യാനോ അങ്ങനെ ഒന്നും സമയമില്ല. അതുകൊണ്ട് തന്നെ ഒരൊറ്റ പ്രാവശ്യമേ ഭക്ഷണം കഴിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവർ ബൈ ഡീഫോൾട്ടായിട്ട് എന്താ പറയുക, നാച്ചുറലായിട്ട് OMAD ഫോളോ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു ദിവസം ഒരു മീല് തന്നെ കഴിച്ച് ശീലമായി വന്നവരാണ്. അങ്ങനെയുള്ള ഒരാളാണ്, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാം, അതായത് OMAD ഫോളോ ചെയ്യാം. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കുറച്ച് റെയറാണ്. അതായത് വിശപ്പിൻ്റെ അസുഖം തീരെ ഇല്ലാത്തവർ, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷേ ഞാനൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്നതാണ്. എനിക്ക് നല്ലോണം വിശപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് ദ ഡേ അല്ലെങ്കിൽ ഒരു ഡേ ടൈമിൽ അധികമായിട്ട് വിശപ്പൊന്നും തോന്നാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വളരെ ബ്ലെസ്ഡ് ആണ്. നിങ്ങൾക്ക് സുഖമായിട്ട് OMAD ഫോളോ ചെയ്യാൻ പറ്റും. ഇനി ആർക്കൊക്കെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. എനിക്ക് വലിയ തിരക്കൊന്നുമില്ല. ഞാൻ വളരെ സമാധാനപരമായിട്ട് വളരെ ആരോഗ്യപരമായിട്ട് എൻ്റെ ശരീരത്തിന് കേടൊന്നും ഇല്ലാത്ത രീതിയിൽ എനിക്ക് വെയിറ്റ് കുറച്ചാൽ മതി, വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ വെയിറ്റ് കുറച്ചാൽ മതി എന്നുള്ളവർക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാം. നിങ്ങളിപ്പോൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് എനർജീൻ്റെ ആവശ്യമുണ്ട് അല്ലേ. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും OMAD ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള കാര്യമാണ്, നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആയിരിക്കും കറക്റ്റായിട്ട് സ്യൂട്ട് ആവുന്നത്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഒരു ബിഗിനറാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഫാസ്റ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾ, അതായത് നമ്മുടെ ശരീരം ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുമായിട്ട് അഡോപ്റ്റഡേ അല്ല എന്നുള്ള ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്, അതായത് നമ്മുടെ വീഡിയോൻ്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്.
ഞാൻ എന്താണ് ഈ 2 മെത്തേഡിനോടുള്ള എൻ്റെ ഒരു അപ്രോച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ OMAD ആയിക്കോട്ടെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആയിക്കോട്ടെ രണ്ടും ഫാറ്റ് ലോസിന് എഫക്റ്റീവാണ്. നമുക്കിത് എത്ര നാളത്തേക്ക് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം നമുക്ക് അവിടെ വരുന്നുണ്ട്. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ ഫാസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും അങ്ങനെയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നേരെ OMADയിലേക്ക് ജമ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ശരീരം ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സുമായിട്ട് അഡ്ജസ്റ്റ് ആവണം, അത് ആ ഒരു പ്രോസസ്സായിട്ട് അഡോപ്റ്റ് ആവണം. അല്ലാതെ നമ്മളിപ്പം ഈ ഒരു നിമിഷം വരെ നമ്മൾ സാധാരണ പോലെ ഭക്ഷണം കഴിച്ചിട്ട് നാളെ തൊട്ട് 1 മണിക്കൂറേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ, 23 മണിക്കൂർ ഫാസ്റ്റിംഗ് എടുക്കുമെന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഇമ്പോസിബിൾ. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ല, അല്ലെങ്കിൽ എന്താ പറയുക, കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനി അതേസമയം നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ആണ്, ഫാസ്റ്റിങ്ങിൽ നിങ്ങളൊരു പ്രോ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് OMAD ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. 2 മെത്തേഡിലും എനിക്ക് പറയാനുള്ളൊരു അഡ്വൈസ്, നോട്ട് ആൻ അഡ്വൈസ്, മേ ബി എ റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം പറയുന്നത് കേൾക്കുക. അതാണ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, നമുക്ക് വലിയ എന്താ പറയുക, ഒരുപാട് വിശന്ന് പട്ടിണി കിടന്ന് ആ രീതിയിൽ വെയിറ്റ് ഒന്നും കുറയ്ക്കേണ്ട, കുറച്ച് ഫ്ലെക്സിബിളായിട്ട്, കുറച്ച് സസ്റ്റൈനബിളായിട്ട്, കുറച്ചധികം കാലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം എന്നാണെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ OMAD ഫോളോ ചെയ്യുക. സോ എന്താണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ബോഡി എന്ത് പറയുന്നു അത് കേൾക്കുക. ഓക്കെ, പിന്നെ ഏതെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് മാത്രം ഏത് മെത്തേഡാണെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. സോ ആരെങ്കിലും ഇതിനു മുമ്പ് OMAD ഫോളോ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ്, ഹൗ ഡു ഫീൽ എന്നുള്ള സംഭവമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർ നമ്മൾ വളരെ പരിചിതമാണ്, കാരണം നമ്മൾ അതാണ് കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്നതും അതിനെപ്പറ്റി അതിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യാറുള്ളതാണ് ത്രൂ ഇൻസ്റ്റാഗ്രാം ഓർ യൂട്യൂബ്. സോ OMAD ചെയ്യുന്നവർ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തൊക്കെ പറയാം കേട്ടോ. അത് മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ അതും കൂടെ എനിക്കൊന്ന് കമൻറ്റ് വഴി എന്നെ അറിയിക്കണം. അപ്പോഴേ എനിക്ക് ഇതേപോലത്തെ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ എന്ത് വിചാരിക്കണം, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം, ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ ആ തീരുമാനം എടുക്കാൻ എനിക്ക് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഓക്കെ, പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന്, ഞാൻ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ടിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഐ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് അശ്വതി രജത് സൈനിങ് ഔട്ട്. ടാറ്റാ.